ഇന്ന് വന്ന എല്ലാ പ്രധാന വാർത്തകളിലേക്കും പോകുമ്പോൾ പ്രധാനമായും ഇന്ന് വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെ വിജിലൻസ് കോടതി നടത്തിയ ഒരു പരാമർശമാണ്. വി.ഡി. സതീശനെതിരായ കോഴയാരോപണ പരാതിയിൽ ഏപ്രിൽ 1 റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഏപ്രിൽ 1 വീണ്ടും തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ കേസ് പരിഗണിക്കും. കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ 150 കോടി രൂപ കോഴ വാങ്ങി എന്നത് അന്വേഷിക്കണമെന്നായിരുന്നു പരാതി. വിജിൻ വായാന്തോട് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിജിൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ സമഗ്ര വിശദാംശങ്ങൾ? നിമിഷ, സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ചില IT കമ്പനികളിൽ നിന്ന് 150 കോടി രൂപ വി.ഡി. സതീശൻ കോഴ വാങ്ങിയെന്ന ആരോപണമാണ് നിയമസഭയിൽ PV അൻവർ MLA ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് പൊതുപ്രവർത്തകനായ AH ഓഫീസർ ആദ്യമായി വിജിലൻസിനെ സമീപിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഇതിൽ ത്വരിത അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിജിലൻസ് കോടതിയിലേക്ക് AH ഓഫീസ് എത്തുന്നത്. ഈ പരാതി ഫയലിൽ സ്വീകരിച്ച കോടതി ഇതിൽ എത്രയും പെട്ടെന്ന് ഏപ്രിൽ 1 റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിജിലൻസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിൽ ഒരു ഗുരുതരമായ ആരോപണമായിരുന്നു ഒരു നിയമസഭാ സാമാജികനായ PV അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ തന്നെ ഉന്നയിച്ചത്. ഈ കേസിൽ കോടതി ചോദിച്ചത് ഇതിലെന്താണ് തെളിവുള്ളത് എന്നാണ്. ആ തെളിവുകൾ ആയി തന്നെ നിയമസഭയിലെ PV അൻവറിൻ്റെ ആരോപണത്തിൻ്റെ പകർപ്പ് AH ഓഫീസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിജിലൻസിന് ഏപ്രിൽ 1 റിപ്പോർട്ട് സമർപ്പിക്കാനായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏപ്രിൽ 1 ഈ കേസ് വീണ്ടും പരിഗണിക്കും. എന്തായാലും ഈ കേസിൽ കോടതി ഇടപെടൽ ഉണ്ടാവുകയും പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ വിജിലൻസിന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ പ്രതിപക്ഷ നേതാവിന് അത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങളും ആഴ്ചകളും മാത്രം ബാക്കിയിരിക്കെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരം ഗൗരവകരമായ ഒരു ആരോപണം ഉണ്ടാവുകയും അതിൽ അന്വേഷണം നടക്കുകയും ചെയ്താൽ അത് കോൺഗ്രസിനകത്തും ഒപ്പം തന്നെ പൊതുസമൂഹത്തിനകത്തും ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു മറുപടിയും പറയാതിരുന്ന വി.ഡി. സതീശന് മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിൽ കൂടി കാര്യങ്ങൾ എത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.